കിരാതമാണെന്ന് എന്റെ ചോദ്യത്തിലില്ല. ആ ദൃശ്യങ്ങൾ അലോഷി ഈ ക്യാമ്പിനകത്തുള്ള ദൃശ്യങ്ങളാണ്. തൊട്ട് അതിനടുത്തുള്ള രക്തം ചിതറിക്കിടക്കുന്നതും ഈ പ്രവർത്തകർ ബഹളം വയ്ക്കുന്നതും വാക്കേറ്റം നടത്തുന്നതും ഇവിടുത്തെ ദൃശ്യങ്ങളല്ലേ? രണ്ടും കൈരളിയോട് രണ്ട് ചോദ്യം. ഈ ഞാൻ നൃത്തം വയ്ക്കുന്നു എന്ന് പറയുന്ന, നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന വിഷ്വല് ഇന്നലത്തേതാണോ, ഇന്നത്തേതാണോ, മിനിങ്ങാന്നത്തേതാണോ? നേരത്തെ തർക്കം ഉണ്ടായി എന്ന് പറയുന്നു, നിങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറയുന്നു. ആ തർക്കത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? ഒരു സംഘർഷത്തിലേക്ക് പോയോ? ഈ ചോര ഒരിക്കലുമില്ല. അതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മറുപടിയിൽ ഒരു വ്യക്തതയില്ല. അത് ഈ നിലവിൽ വന്ന വാർത്തകളും നിലവിൽ വന്ന പ്രചരണത്തിനും കൂടുതൽ അടിത്തറ പകരുന്ന തരത്തിലാണ് പ്രതികരണം. അത് കൃത്യമായിട്ട് ഇവിടെ സംഘർഷം നടന്നിട്ടുണ്ടോ? ആ തർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് പോയിട്ടുണ്ടോ? ഈ ചോര ചിന്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷ്വലുകളല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. അത് ആര്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഔദ്യോഗികമായി സംഘർഷം എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. സംഘർഷം എന്ന വാക്കല്ല. ഇവിടെ തർക്കമുണ്ടായിട്ടുണ്ട്, തർക്കമില്ല എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നു സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പേര് SFI എന്നല്ല. ചോര ചിന്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ. ഒരു ചോര ചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല. അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട് വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫൈനൽ കൺക്ലൂഷൻ. ഇപ്പം അലോഷ് പറഞ്ഞത് ചോരത്തുള്ളികൾ ഇന്നലത്തെ അല്ല എന്ന് മാത്രമാണ്, ഇവിടെ നിന്നുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. ആ വിഷ്വൽസിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ലാതെ ആ കാണാത്തൊരു വിഷ്വലിനെ പറ്റി അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്താണ്, ആര് ഷൂട്ട് ചെയ്താണ്, എങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ മറുപടി എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണിച്ച വിഷ്വൽസിൽ എവിടെയാണ് കസേര എടുത്ത് അടിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കാണിച്ചെന്ന് പറയപ്പെടുന്നത്? അത്തരത്തിൽ കസേര എടുക്കുന്ന തരത്തിലേക്ക് ഇത് നിയമസഭയല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ശിവൻകുട്ടി അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ 1-2 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് KSU എന്ന് പറയുന്ന ഒരു സംഘടനയെ അങ്ങനെ കരിവാരി തേക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒരു മാധ്യമ അജണ്ടകൾക്കും തൽക്കാലം, അതായത് 1-2 ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ടകളുടെ പിന്നിലേക്ക് അണിനിരക്കാൻ തൽക്കാലം KSUവിന് താല്പര്യമില്ല. KSU ഇതിലും മികച്ച രീതിയിൽ അടുത്ത മേഖലാ ക്യാമ്പുകൾ നടത്തും, യൂണിവേഴ്സിറ്റി ക്യാമ്പുകൾ നടത്തും, കോളേജ് യൂണിയൻ ഇലക്ഷനുകളെ നേരിടും, യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുകളെ നേരിടും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള 237 ഭാരവാഹികളുടെ പട്ടിക നിങ്ങൾക്ക് കൈമാറണോ? ഇവിടെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ മൈ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ സംഘടനയിൽ പാറശാല നിയോജക മണ്ഡല പ്രസിഡന്റ് സുജിത്തും നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അഭിജിത്തും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമ്പിൽ ഒരു ചോദ്യത്തിന് ഒന്നല്ല, ഇത്രയും നിങ്ങൾ ചോദിച്ച കുറേയേറെ ചോദ്യങ്ങൾക്കല്ല ഞാൻ മറുപടി പറഞ്ഞു. ഇവിടെ പങ്കെടുത്ത ക്യാമ്പ് ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ്, എത്ര നേരം അവർ പങ്കെടുത്തു, ഏതെല്ലാം സെഷനുകളിൽ അവർ പങ്കെടുത്തു, അത് തൽക്കാലം കൈരളിയുടെ ഓഫീസിനോ മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടുന്ന സംഘടനാപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ പറയുന്നു. പരിക്കേറ്റ് ചികിത്സയിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ അണിയറ കഥകൾ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കുക. അല്ല, നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ നിങ്ങളുടെ മാധ്യമധർമ്മം എന്താ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ? ചുമ്മാ റേറ്റിംഗിന് വേണ്ടിയിട്ട് വാർത്ത ഇടുക എന്നതല്ലല്ലോ നിങ്ങളുടെ അജണ്ട. നിങ്ങൾക്ക് അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുക. കേട്ടില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിലവിൽ എന്റെ ശ്രദ്ധയിൽ അത്തരത്തിലുള്ള ഒരു വിഷയം പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒരു ചെറിയ പുഴുക്കുത്തുകൾ കൊണ്ട് കേരളത്തിലെ ഈ സംഘടനയെ അപമാനിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അജണ്ടകൾക്ക് വേണ്ടിയിട്ട് നിന്നുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് എത്ര ഉന്നതനായാലും അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി നേതാവാണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു രീതിയിലും വെച്ചുപുറക്കാൻ ഈ സംഘടന ആഗ്രഹിക്കുന്നില്ല. ശക്തമായിട്ടുള്ള സംഘടനാ നടപടികൾ ആ വിദ്യാർത്ഥികൾക്ക് നേരിടുണ്ടാകും.
അല്ല, സ്വാഭാവികമായിട്ടും വിശദീകരണം തേടാലോ. അതിൻ്റെ വിശദീകരണം എന്താണ് KPCC ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സ്വാഭാവികമായിട്ടും KPCC ചോദിക്കുക എന്നത് സംഘടനാപരമായിട്ടുള്ളൊരിതാണ്. അതിന് പൂർണ്ണമായിട്ട് KPCC എത്തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കും. അതോടൊപ്പം തന്നെ സംഘടനാപരമായി ഞങ്ങളുടെ ഇന്റേണൽ സെല്ല് ഞങ്ങൾ ഈ വിഷയങ്ങൾ അന്വേഷിച്ച് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെപ്പറ്റി ഞങ്ങൾ അതിനെപ്പറ്റി വ്യക്തത വരുത്തുമെന്ന് മാത്രം പറയുകയാണ്. തീർച്ചയായിട്ടും. അല്ല, മൈ ആൻസർ ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരു ക്യാമ്പ് വളരെ മനോഹരമായിട്ട് 3 ദിവസം നടന്ന് വളരെ മനോഹരമായിട്ട് പര്യവസാനിക്കാൻ പോകുന്നു. അതിലൊരു ചെറിയ പുഴുക്കുത്തുകൾ ഉണ്ടായാൽ ആ പുഴുക്കുത്തുകളെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയുക എന്നത് KSUവിൻ്റെ നയമാണ്. അല്ലാതെ SFI കാണിക്കുന്നത് പോലെ, ലെറ്റ് മീ കംപ്ലീറ്റ്, SFI കാണിക്കുന്നത് പോലെ അവർ കാണിക്കുന്ന ചെറിയ തെറ്റുകളെ വീണ്ടും അവർ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥന്മാരെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള SFIനെ വളർത്തിയെടുത്ത അവരുടെ ഒരു നയത്തിലേക്ക് പോകാൻ തൽക്കാലം KSU ആഗ്രഹിക്കുന്നില്ല. അത് വളരെ ചെറിയ തെറ്റാണെങ്കിൽ പോലും ആ ചെറിയ തെറ്റിന് വലിയ സംഘടനാപരമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് മാത്രം പറയുന്നു. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ തർക്കം ഉണ്ടായതിന്റെ പേരിലാണോ അതോ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ? ഫസ്റ്റ് ആക്ഷൻ ഇവിടെ ക്യാമ്പിൽ നടന്ന ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കൊടുത്തു, അല്ലെങ്കിൽ പുറത്ത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതിന് ഫസ്റ്റ് ആക്ഷൻ ഉണ്ടാകും. സെക്കൻഡായി ആ വിഷയങ്ങൾ അവിടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അതിന് തുടക്കം കുറിച്ച ആളുകൾ ആരാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. താങ്ക് യു. ഇവിടെ രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും KPCCയെ അനാവശ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ക്യാമ്പ് വളരെ 3 ദിവസക്കാലമായിട്ട് നടക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നത് ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് KPCCയെ ഈ വിഷയത്തിലേക്ക് വലിച്ച് ഇഴക്കേണ്ട കാര്യമില്ല. KSU ക്യാമ്പിൽ നടന്ന ഒരു വിഷയങ്ങൾ അതിന് ഏത് തരത്തിൽ അതിന് പരിഹാരം കണ്ടെത്തണമെന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. വ്യാജമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരിക്കലുമല്ല. അതിന് അത്തരത്തിലേക്കുള്ളൊരു നിർവചനങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. ഈ ക്യാമ്പിൽ കുറേയേറെ നേതാക്കൾ പങ്കെടുത്തു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ്. എല്ലാ KSU ക്യാമ്പുകളിലും സ്വാഭാവികമായും പല നേതാക്കന്മാർ കടന്നു വരും പോകും എന്നത് ഇതിൻ്റെയാണ്. സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റിന് സംഘടനാപരമായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതുമാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. KSU ക്ഷണിച്ചിരുന്നു.